اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدرك ومقدارك العظيم. ആഗോള മുസ്ലിങ്ങൾ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി കഅബയെ ലക്ഷ്യമാക്കി പോകുന്ന ഒരു സമയമാണ്. നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ആളുകൾ അവിടെ എത്തി, കുറച്ചാളുകളൊക്കെ പോകാൻ നിൽക്കുന്നു. പരിശുദ്ധ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ അഞ്ചാമതായി എണ്ണിയ ഒരു കർമ്മമാണ് പരിശുദ്ധ ഹജ്ജ് എന്ന് പറയുന്നത്. സത്യത്തിൽ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്കുള്ളൊരു പ്രയാണത്തിൻ്റെ ആരംഭമാണ്. അള്ളാഹുവിലേക്കുള്ളൊരു പ്രയാണത്തിൻ്റെ ആരംഭമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ഹജ്ജിൻ്റെ ശരീഅത്തും ഹജ്ജിൻ്റെ ലാഹിറൊക്കെ ഒരുപാട് ആളുകൾ മനസ്സിലാക്കിയതാണ്. അതിന് അർക്കാനുകളുണ്ട്, വാജിബാത്തുകളുണ്ട്, ഒക്കെ നമ്മൾ പഠിച്ചതും മനസ്സിലാക്കിയതുമാണ്. എന്നാൽ ഹജ്ജിനൊക്കെ സത്യത്തിലൊരു ആത്മീയത ഉണ്ട്. ഒരു ഗുരുപരമ്പരയിൽ നിൽക്കുന്ന ഒരാൾക്ക് ആ വ്യക്തിയുടെ ഹജ്ജ് എന്ന് പറയുന്നത് അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരു വിളിയാളം വരലാണ്, ഒരു ഇബ്രാഹീമി വിളിയാളം അവൻ്റെ ഹൃദയത്തിൽ നിന്ന് വരലാണ്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി. അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരു ഉൾവിളി വരലാണ്, നീ പരിശുദ്ധമായ കഅബയെ ലക്ഷ്യമാക്കി പോകാൻ സമയമായിരിക്കുന്നു എന്നൊരു വിളിയാളം വരലാണ്. ഹജ്ജ് എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാം, നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആളുകളോടും യാത്ര പറഞ്ഞ് ഹക്കടപാടുകളൊക്കെ തീർത്ത് പൊരുത്തപ്പെടിയിക്കേണ്ടവരൊക്കെ പൊരുത്തപ്പെടിച്ചിട്ടാണ് എല്ലാവരും ഹജ്ജിന് പുറപ്പെടുക. ആരിഫീങ്ങൾ പറയുന്നു അതൊരു അള്ളാഹുവിലേക്കുള്ള പ്രയാണത്തിൻ്റെ തൗബയാണ് സത്യത്തിൽ. അത് ഇപ്പം ചെറിയ കിതാബാകുന്ന അദ്കിയയിൽ പോലും ആദ്യം പറഞ്ഞ ഷർത്ത് എന്താണ്? തൗബയാണ്. അള്ളാഹുവിൻ്റെ മൻ റാമ അൻ യസ്ലുക ത്വരീഖൽ ഔലിയ ഫൽയഹ്ഫദൻ ഹാദിൽ വസായാ അമിലാ. അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളെ വഴിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഇനി പറയാൻ പോകുന്ന വസിയത്തുകൾ പാലിക്കണം എന്ന് പറഞ്ഞ് ആദ്യം പറഞ്ഞ വസിയത്ത് തൗബയാണ്. എന്നതുപോലെ ഹജ്ജ് എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ളൊരു പ്രയാണമാണ്. അതുകൊണ്ട് തന്നെ ആദ്യം അവൻ്റെ മനസ്സിൽ എന്തു വേണം? എല്ലാവരോടും പൊരുത്തപ്പെടിച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞു പോകണം. അത് തന്നെ ഹജ്ജിന് പോകുമ്പോഴുള്ള വസ്ത്രം ഏതാണ്? കഫംപുടക്ക് സമാനമായ ലാളിത്യത്തിൻ്റെ വസ്ത്രമാണ് സത്യത്തിൽ ഏത്? ഹജ്ജിന് പുറപ്പെടുന്ന വസ്ത്രം. കാരണം ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നീ അള്ളാഹുവാകുന്ന സാഗരത്തിലേക്ക് നീ പ്രവേശിക്കുമ്പോൾ നിന്റെ ആഡംബര വസ്ത്രങ്ങളൊക്കെ നീ എന്ത് ചെയ്യണം? വലിച്ചെറിയണം. ലാളിത്യത്തിൻ്റെ വസ്ത്രം അണിഞ്ഞിട്ട് വേണം നീ എങ്ങോട്ട് വരാൻ? ആരിഫീങ്ങളെ വഴിയിലേക്ക് പ്രവേശിക്കാൻ. ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തൻ്റെ ഷേഖാകുന്ന നജ്മുദ്ദീൻ കുബറവി എന്ന് പറയുന്ന മഹാനെ കാണാൻ പോയപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞ എന്താണ്? അനാനിയത്ത് ഒഴിവാക്കി നീ ഒറ്റക്ക് വാ എന്നാണ് ബഹുമാനപ്പെട്ട നജ്മുദ്ദീൻ കുബറവി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അതുപോലെ ലാളിത്യത്തിൻ്റെ അടിമയുടെ വസ്ത്രമാണ് സത്യത്തിൽ ഏത്? വെള്ള വസ്ത്രം. ആ വസ്ത്രം ധരിച്ചിട്ടാണ് ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്? മിക്കവാറും ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് ആ ലാളിത്യത്തിൻ്റെ വസ്ത്രം അണിഞ്ഞിട്ടാണ്. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് അവൻ ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ യാത്ര തുടങ്ങുകയാണ്. ആദ്യമായി അവൻ്റെ മുമ്പിൽ കാണുന്നത് പരിശുദ്ധമായ കഅബാലയാണ്. കഅബാലയത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഹജറുൽ അസ്വദ് ഇരിക്കുന്ന ആ ഭാഗത്ത് ഇടത് ഭാഗമാക്കിയിട്ട് നമ്മൾ തവാഫ് തുടങ്ങുകയാണ്.
അല്ലേ? തവാഫ് അവിടെ എന്ത് ചെയ്യണം? നമ്മൾ ആരംഭിക്കണം. സത്യത്തിൽ ആ ഹജറുൽ അസ്വദ് എന്ന് പറയുന്നത് ഒരു ലാഹൂത്തിയായ ലോകമാണ്. മഹാന്മാരാകുന്ന ആളുകൾ പറയുന്നു, പരിശുദ്ധമായ കഅബക്ക് 4 മൂലകളുണ്ട്. ആ 4 മൂലകൾ 4 ലോകത്തെ സൂചിപ്പിക്കുന്നതാണ്. നമ്മൾ എവിടുന്നാ വന്നത്? ലാഹൂത്തിയായ ലോകത്തു നിന്നാണ് നമ്മൾ വന്നത്. അതാണ് ശരിക്കും ഏത്? ഹഖീഖത്തിന്റെ ലോകം ലാഹൂത്തിയായ ലോകമാണ്. അവിടുന്ന് നമ്മൾ തുടങ്ങി പിന്നെ നാസൂത്തിലേക്ക് ചെല്ലുന്നു. അല്ല, നാസൂത്തിൽ നിന്ന് തുടങ്ങി മലക്കൂത്തിലെത്തി, ജബറൂത്തിലെത്തി, പിന്നെയും അവനെത്തുന്നു ലാഹൂത്തിലേക്ക് എത്തുന്നു. അപ്പൊ എവിടുന്നാണോ അവൻ വന്നത് അവിടേക്ക് തന്നെ മടങ്ങണമെന്ന ഏറ്റവും വലിയൊരു സന്ദേശമാണ് കഅബ പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടക്കുന്നത്. നാസൂത്ത്, മലക്കൂത്ത്, ജബറൂത്ത്, ലാഹൂത്ത്, ഈ 4 ലോകങ്ങളിലേക്കുള്ള പ്രയാണമാണ് സത്യത്തിൽ എന്ത്? ഈ തവാഫ് എന്ന് പറയുന്നത്. ഈ തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരു തവാഫ് പൂർത്തിയാകണമെങ്കിൽ 7 തവണ അവൻ എന്ത് ചെയ്യണം? കഅബയെ പ്രദക്ഷിണം ചെയ്യണം. എന്നാലേ ഒരു തവാഫ് എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഒറ്റ പ്രാവശ്യമായി കഴിഞ്ഞാൽ ഒരു തവാഫാവൂല. 7 വട്ടം ചുറ്റിയാലേ എന്താവുള്ളൂ? ഒരു തവാഫാവുള്ളൂ. ആ 7 പ്രാവശ്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ അമ്മാറത്ത് മുതൽ കാമിലത്ത് വരെയുള്ളതായ ലോകങ്ങളുടെ ഒരു ചാർട്ടാണ്. അമ്മാറത്ത്, ഒന്നാമത്തെ ചുറ്റലോടുകൂടെ അവൻ്റെ അമ്മാറത്ത് നീങ്ങണം. 2ാമത്തെ ചുറ്റലോടുകൂടെ ലവ്വാമത്ത് പോകണം. 3ാമത്തെ ചുറ്റലോടുകൂടെ മുൽഹിമ കടക്കണം. 4ാമത്തെ ചുറ്റൽ മുത്തുമയിന്നത്താണ്. 5 റാളിയത്താണ്. 6 മർലിയത്താണ്. 7 കാമിലത്താണ്. ഇങ്ങനെ 7 ചുറ്റൽ പൂർത്തിയാകുന്നതോടുകൂടെ കാമിലത്തിന്റെ മക്കാമിലേക്ക്. ആരിഫീങ്ങളൊക്കെ അങ്ങനെയാണ്, ഓല ചുറ്റൽ അങ്ങനെയാണ്. അവരെല്ലാം അമ്മാറത്തും ലവ്വാമത്തും മുൽഹിമത്തും മുത്തുമൈനത്തൊക്കെ കടന്നിട്ട് കാമിലത്തിലേക്ക് എത്തുമ്പോൾ ഒരു തവാഫ് അവിടെ എന്ത് ചെയ്തു? അവസാനിച്ചു. ഇനി നമ്മൾ അടുത്ത കർമ്മം എന്ന് പറയുന്നത് വഴിക്ക് വഴിയായിട്ടുള്ള കർമ്മം പറയല്ലോ കേട്ടോ, ഓരോന്നിൻ്റെയും പിന്നെ ഹഖീഖത്ത് പറയണം. പിന്നെ നമ്മൾ സഈ ചെയ്യാൻ പോകും. അള്ളാഹുവിൻ്റെ ആരിഫീങ്ങൾ പറയുന്നു, നീ പരിശുദ്ധമായ കഅബയിൽ എത്തിക്കഴിഞ്ഞാൽ നീ ഒരു ഹാജറയാവണം. മഹദിയാകുന്ന ഹാജറ ബീവി റളിയല്ലാഹു അൻഹാ ആരും സഹായത്തിനില്ലാത്ത സമയത്ത് തൻ്റെ പിഞ്ചോമന കുട്ടിയുണ്ട്, ശക്തമായ ദാഹമുണ്ട്, വെള്ളത്തിന് വേണ്ടി സൊഫയിൽ നിന്നും മറുവയിലേക്ക് നടത്തിയതായ ആ ഓട്ടം, 7 തവണയുള്ളതായ ഓട്ടം. അള്ളാഹുവിൻ്റെ ആരിഫീങ്ങൾ പറയുന്നു, നീ ഒരു ഹാജറയാവണം. നീ ഒരു ഹാജറയാകുമ്പോൾ നിനക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വിലായത്തിൻ്റെ ഒരു ബഹുമതി അള്ളാഹു തആല നിനക്ക് തരും. പിന്നെ നീ ഓടുകയാണ്. 1ാമത്തെ ഓട്ടം നുജബ ആണ്. 2ാമത്തത് ദറജ മാറി നുഖബ ആണ്. 3 അബ്ദാല്, ഔതാദ്, അഗിയാസ്, അഫ്രാദ്, ഇമാമാനി, അഖ്താബ് എന്ന് പറയുന്ന 7 മഖാമുകളാണ് സത്യത്തിൽ എന്ത്? മഹദിയാകുന്ന ഹാജറ ബീവി റളിയല്ലാഹു അൻഹാ സൊഫയിൽ നിന്ന് മർവയിലേക്കും ഓടിയ ഓട്ടം. അത് ആരിഫീങ്ങളാകുന്ന ആളുകളുടെ 7 മഖാമിനെ കുറിച്ചാണ് അത് സംസാരിക്കുന്നത് എന്നാണ് കിതാബിൽ കാണുന്നത്. ഇനി നമുക്ക് കഅബയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വെള്ളം ഏതാണ്? പരിശുദ്ധമായ സംസമാണ്. ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ 4 വെള്ളങ്ങളിൽ ഒന്നാണ് സംസം വെള്ളം. ആ കുടിക്കുന്ന മക്കയിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കുടിക്കുന്ന വെള്ളമൊക്കെ എന്തായിരിക്കണം? സംസമായിരിക്കണം. ഒരു യഥാർത്ഥ ഹാജിയാണെങ്കിൽ അവൻ കുടിക്കുന്ന ഓരോ മുറുക്കും അത് മാ ഉൽ ഹയാത്താണ്, ജീവജലമാണ്. പിന്നെ അവനക്ക് മരണമില്ല. ഹയാത്തും ബഅദുൽ മൗത്ത്, അല്ലേ? മാ ഉൽ ഹയാത്ത് എന്ന് പറയുന്നൊരു വെള്ളമുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുന ഖിളിർ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിനക്ക് ആ വെള്ളം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നും അദ്ദേഹത്തും എന്ത് ചെയ്തിട്ടില്ല? മരണപ്പെട്ടിട്ടില്ല. എന്നാൽ ബാത്തുനിയ എന്നൊരു മാ ഉൽ ഹയാത്ത് ഉണ്ട്. അവൻ മരിക്കും, എന്നാൽ മരിച്ചുകണോ? ഇല്ല. വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. ആളുകൾ കാണുമ്പോൾ മരിച്ച ആൾക്കാരാണ്, പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ അവരാരാ? ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഓരോ കർമ്മങ്ങളിലും അവൻ കുടിക്കുന്നതായ സംസം അത് മാ ഉൽ ഹയാത്താണ്. ആ മാ ഉൽ ഹയാത്തും കടന്ന് അവൻ നടത്തുന്ന ബലി എന്ന് പറയുന്നത് ആത്മബലിയാണ്. ഞാൻ ഇന്ന് വെള്ളിയാഴ്ച പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ നടത്തുന്ന ബലി എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു മൃഗത്തിനെയാണ് അറുക്കുന്നത് എങ്കിലും അതൊരു ആത്മബലിയാണ്. അതായത് സ്വന്തത്തിനെ ഇല്ലാതെയാക്കണം. ഞാനില്ല, ഞാൻ എന്നോ ഇല്ലാത്തവനാണ്, അവൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഏറ്റവും സുന്ദരമായ സത്യത്തിലേക്ക് കടക്കുന്ന ഒരു കവാടമാണ് സത്യത്തിൽ എന്ത്? ബലി എന്ന് പറയുന്നത്. പിന്നെ പരിശുദ്ധമായ ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്
അറഫ സംഗമവേദി. നമ്മൾ മിന മുസ്ദലിഫൊക്കെ കഴിഞ്ഞ് അറഫ സംഗമവേദിയിൽ നമ്മൾ എത്തുമ്പോൾ അറഫ എന്ന് പറയുന്നത് അലിമ എന്ന് പറഞ്ഞാൽ എന്താ ഉസ്താദ് അർത്ഥം അല്ലേ? അലിമക്കും അറഫക്കും രണ്ടർത്ഥല്ലേ? ഒന്ന് അറിയാ എന്നാണ് അർത്ഥം. അറഫ എന്ന് പറഞ്ഞാൽ അറിവല്ല, തിരിച്ചറിവ് എന്നാണ് എൻ്റെ അർത്ഥം. തിരിച്ചറിവ്. അള്ളാഹു ജല്ല ജലാലുവിനെ ഒരു അടിമ തിരിച്ചറിയുന്ന ഏറ്റവും സുന്ദരമായൊരു മുഹൂർത്തമാണ് സത്യത്തിൽ ഏത്? അറഫ സംഗമവേദി. അതിൻ്റെ ലാഹിറായ വശം എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സയ്യിദുന അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാം, മഹദിയാകുന്ന ഹവ്വാ ബി റളിയല്ലാഹു അൻഹ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ട് അല്ലേ, അവര് രണ്ടാളും പരസ്പരം തെരഞ്ഞ് ഒരുപാട് വർഷങ്ങൾ നടന്നു. ഒരു അഭിപ്രായ പ്രകാരം 100 വർഷങ്ങൾ നടന്നു എന്നാണ്. ആദം നബി ഹവ്വാ ബീവിയും ഹവ്വാ ബീവി ആദം നബിയെയും തെരഞ്ഞ് 100 വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവര് പരസ്പരം സമാഗമ വേദിയാണ് സത്യത്തിൽ ഏത്? അറഫ എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ ലാഹിർ. ബാത്തിൻ എന്ന് പറഞ്ഞാൽ ഒരടിമ എല്ലാം അർപ്പിച്ചുകൊണ്ട് അറഫയിൽ ചെല്ലുമ്പോൾ അൽ ഹജ്ജു അറഫ എന്നാണ് അല്ലേ? ഹദീസിൽ കാണാം അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. എന്നാൽ ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ വേണ്ടേ? വേണം. പക്ഷെ ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്, നിസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം ഏതാണ്? സുജൂദാണ്. കാരണം എന്താ? അവന്റെ എല്ലാം അല്ലാഹുവിൽ സമർപ്പിക്കുന്ന ഏറ്റവും സുന്ദരമായ വിനയത്തിന്റെയും ഫാഖത്തിന്റെയും ദാരിദ്ര്യാവസ്ഥയുടെയും ഒരു സമയമാണ് ഏത്? സുജൂദിന്റെ സമയം. അതേപോലെ എല്ലാം അല്ലാഹുവിലേക്ക് സമർപ്പിക്കുന്ന ഒരു സമയമാണ് ഇവിടെ അറഫ സംഗമം എന്ന് പറയുന്നത് അല്ലേ? മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. ആരെങ്കിലും സ്വന്തം നഫ്സിനെ അറിഞ്ഞാൽ അവൻ അല്ലാഹുവിനെ അറിഞ്ഞു എന്നാണ്. അപ്പോൾ ഒരു അടിമ യജമാനനെ കാണുന്ന ഒരു സുന്ദരമായ വേദിയാണ് സത്യത്തിൽ ഏത്? അറഫ സംഗമം. അവിടെ നമ്മൾ മാത്രമല്ല, 1,24,000 അമ്പിയാക്കളുടെ റൂഹ് അവിടെ ഉണ്ട്. 1,24,000 ഇന്ന് ജീവിച്ചിരിക്കുന്ന ഔലിയാക്കൾ അവിടെ വരും. മറഞ്ഞുപോയ ലക്ഷക്കണക്കിന് ഔലിയാക്കൾ അവിടെ സംഗമിക്കും. അവരുടെയൊക്കെ മേൽനോട്ടക്കാരായി ബഹുമാനപ്പെട്ട സയ്യിദുന ഖിദർ നബി അലൈഹിസ്സലാം, സയ്യിദുന ഇല്യാസ് നബി അലൈഹിസ്സലാം, ഇവരെ രണ്ടാളുടെയും നേതൃത്വത്തിലാണ് എന്ത് ചെയ്യുക? ഒരാൾക്ക് മശരിക്കിൻ്റെയും ഒരാൾക്ക് മഗ്രിബിൻ്റെയും ചുമതലയാണ്. അങ്ങനെ അറഫ സംഗമ വേദി അതിൻ്റെ ക്രോഡീകരണം ആരുടെ കയ്യിലാണ്? ഈ 2 പ്രവാചകന്മാരുടെ കയ്യിലാണ്. അതിന് നേതൃത്വം നൽകുന്നത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവിടെ വെച്ച് ഒരു ഹാജി അറഫയിൽ സംഗമിക്കുമ്പോൾ യജമാനനാകുന്ന അള്ളാഹുവിനെ കാണുന്ന ആ സന്ദർഭത്തിൽ അള്ളാഹുവിനെ കണ്ട് ആസ്വദിച്ച അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളാകുന്ന ഔലിയാക്കളുണ്ട്, ലക്ഷക്കണക്കിന് പ്രവാചകന്മാരുണ്ട്. അതാണ് ഏറ്റവും സുന്ദരമായ മുഹൂർത്തം എന്ന് പറയുന്നത്. പരിശുദ്ധമായ ഖുർആനിൽ കാണാം സിബ്ഗത്തല്ലാഹ്. നീ അറഫയിലേക്ക് നീ എത്തിക്കഴിഞ്ഞാൽ സിബ്ഗത്തല്ലാഹ്, അള്ളാഹുവിൻ്റെ വർണ്ണം നീ സ്വീകരിക്കുക. വമൻ അഹ്സനു മിനല്ലാഹി സിബ്ഗ, അള്ളാഹുവിനേക്കാൾ മെച്ചമായിട്ട് വർണ്ണം നൽകുന്ന വേറെ ആരാളുള്ളത്? പരിശുദ്ധമായ ഖുർആൻ ചോദിക്കാം. സിബ്ഗത്തല്ലാഹ്, അള്ളാഹുവിൻ്റെ വർണ്ണം സ്വീകരിക്കുക. ഏതാണ് ആ വർണ്ണം എന്ന് പറയുന്നത്? ഏതാ വർണ്ണം? ഒരു മനുഷ്യൻ്റെ നെഞ്ചിൽ എത്ര അറകളുണ്ട്? 7 അറകളുണ്ട്. ആ 7നും 7 കളറാണ്. ഓരോ കളറുകളും ഓരോ മർത്തബയെ സൂചിപ്പിക്കുന്നുണ്ട്. കൽബിനൊരു കളറുണ്ട്, റൂഹ്, സിറ്, ഖഫി, അഹ്ഫ, അന, നഫ്സ്. ഇങ്ങനെ ഈ 7 ഉപരിതല ആത്മാക്കൾക്ക്, ഉള്ളിലുള്ള ആത്മാക്കൾ എന്ന് പറയുന്ന ഈ 7 ആത്മാക്കൾക്കും 7 കളറുകളാണ്. അതാ അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളാകുന്ന ഔലിയാക്കൾ പറയുന്നു, അർത്ഥം വെക്കുന്നു, സിബ്ഗത്തല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ വർണ്ണം സ്വീകരിക്കുക. ഏതാണ് ആ വർണ്ണം? ഒരു മനുഷ്യൻ നുജബാവും നുഖബാവും ഓരോ മഖാമ് എത്തിയിട്ട് അള്ളാഹുവിനെ കാണുന്ന ഏറ്റവും സുന്ദരമായ ആ വർണ്ണം നിങ്ങൾ എന്ത് ചെയ്യണം? സ്വീകരിക്കണം. വമൻ അഹ്സനു മിനല്ലാഹി സിബ്ഗ, അള്ളാഹുവിനേക്കാൾ ഉത്കൃഷ്ടമായി വർണ്ണം നൽകുന്ന മറ്റാരുണ്ട്? വനഹ്നു ലഹു ആബിദൂൻ, അപ്പോഴാണ് ഒരാൾ എന്താകുന്നത്? ആബിദൂൻ, അള്ളാഹു തആലാക്ക് ഇബാദത്ത് ചെയ്യുന്ന ഒരു അടിമയായി അപ്പോഴേ ഒരാൾ എന്ത് ചെയ്യണുള്ളൂ? മാറുന്നുള്ളൂ. സത്യത്തിൽ ഇതാണ് സത്യത്തിൽ എന്ത്? ഹജ്ജ് എന്ന് പറയുന്നത്. ഹജ്ജ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇതാണ്. ഇങ്ങനെയാണ് ഒരാളെ ഹഖീഖിയായ നിലക്കുള്ളതായ ഹജ്ജ്. ബഹുമാനപ്പെട്ട ഗൗസുല്ലാഹ് പറയാണ്, നീ എവിടെ നാട്ടിൽ നിന്നല്ലേ വന്നത്? എല്ലാം കഴിഞ്ഞ് നീ നാട്ടിലേക്ക് പോകുന്നത് പോലെ അർറുജൂ ഇലാ വതനിൽ അസ്ലി, നീ നിന്റെ അസ്ലിയായ നാട്ടിലേക്ക് മടങ്ങുകയാണ്. എങ്ങോട്ടാണത്? ലാഹൂത്തിയായ ലോകത്ത് നീ വന്ന്
ലാഹൂത്തിയായ ലോകത്തേക്ക് തന്നെ നീ മടങ്ങുന്നു എന്നാണ് ഓരോ ഹജ്ജും നിനക്ക് എന്ത് ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ പരിശുദ്ധമായ ഹജ്ജിന് പോകുമ്പോൾ അതിൻ്റെ അർക്കാനുകളും അതിൻ്റെ വാജിബാത്തുകളും അതിൻ്റെ സുന്നത്തുകളും അതിൻ്റെ ഷുറൂത്തുകളും ഒക്കെ കാണാതെ പഠിച്ചിട്ട് നമ്മളിങ്ങനെ ഹജ്ജിന് പോയി തിരക്കിങ്ങാണ്ട് അമല് ചെയ്യുമ്പോൾ എന്താണ് ഹജ്ജിൻ്റെ യാഥാർത്ഥ്യം എന്ന് നമുക്ക് മനസ്സിലാകാറില്ല. സത്യത്തിൽ ഹജ്ജ് എന്ന് പറയുന്നത് ഒരു യാത്ര തുടക്കവുമാണ്, എന്നാൽ പുതിയൊരു യാത്രയുടെ ആരംഭവും കൂടിയാണ്. നമ്മൾ പറഞ്ഞു ഹജ്ജിലേക്കുള്ള ആ പ്രവേശനം ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഓരോ കർമ്മങ്ങളും ചെയ്ത് പിന്നെ ഹജ്ജ് അവസാനിക്കുകയാണ്. എന്നാൽ അള്ളാഹുവിലേക്കുള്ള ആ ബഖാഇൻ്റെ അവസ്ഥയിൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ്. കാരണം ഈ ആത്മീയ ലോകമെന്ന് പറയുന്നത് നമ്മൾ കരുതുന്നത് പോലെയല്ല. ഇപ്പം ഞാൻ 104-ാമത്തെ ഹിക്മത്ത് അല്ലേ, 104-ാമത്തെ ഹിക്മത്തല്ല നമ്മളെടുത്തത്. ആ 104-ാമത്തെ ഹിക്മത്ത് എടുത്തപ്പോൾ അതിൽ ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു അജീബ റളിയല്ലാഹു അൻഹു ഇമാം ഷാറാനി തങ്ങൾ പറഞ്ഞ ഒരു കാര്യം കൊണ്ടുവരുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളാകുന്ന ഔലിയാക്കൾ ഹൃദയത്തിലെ നൂറാനിയത്തെങ്ങാനും അള്ളാഹു തആല ലോകത്തേക്ക് പുറപ്പെടുവിച്ചാൽ പിന്നെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളൊക്കെ അസ്തമിച്ചു പോകുമെന്ന് ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ലതായിഫുൽ മിനൻ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നു. അത്രയും ആത്മീയമായ തജല്ലിയാത്തുകൾ ഇറങ്ങുന്ന ഏറ്റവും വലിയ പ്രപഞ്ചമാണ് അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളുടെ ഹൃദയം. ആ ഒരു പ്രപഞ്ചത്തിൽ അള്ളാഹുവിൻ്റെ എല്ലാ തജല്ലിയാത്തുകളും നിറച്ചിട്ടാണ് പിന്നെ ഓനെന്ത് ചെയ്യുക, നാട്ടിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞാൽ എവിടുന്നാണോ നമ്മൾ വന്നത് അവിടേക്ക് തന്നെ മടങ്ങുമെന്ന ഏറ്റവും സുന്ദരമായൊരു സന്ദേശമാണ് എല്ലാ ഹജ്ജുകളിലൂടെയും നമുക്ക് എന്ത് ചെയ്യണത്, അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തരുന്നത്. ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഹജ്ജ് ചെയ്യണം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു മുറബ്ബിയായ ഷെയ്ഖിനെ കണ്ടുമുട്ടി ആ മുറബ്ബിയായ ഷെയ്ഖിൻ്റെ കയ്യിൽ നിന്ന് അതിൻ്റെ തൽഖീനുകളൊക്കെ സ്വീകരിച്ച് കലിമ സ്വീകരിച്ച് പിന്നെ ചെയ്യുമ്പോഴുള്ള ഹജ്ജാണ് സത്യത്തിൽ യഥാർത്ഥത്തിൽ ഹജ്ജ് എന്ന് പറയുന്നത്. കാരണം അപ്പോഴേ എന്ത് ചെയ്യുള്ളൂ, അള്ളാഹുവാകുന്ന ആ ചങ്ങലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ, നീ അള്ളാഹുവിൻ്റെ പാർശ്വം മുറുകെ പിടിക്കണമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. ആ പാർശ്വം ഏതാണ്? സിറാത്തുല്ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. സ്വാലിഹീങ്ങളാകുന്ന ആളുകളുടെ വഴിയും ആരിഫീങ്ങളാകുന്ന ആളുകളുടെ വഴിയാണ്. അവർ ചെയ്യുന്ന ഹജ്ജാണ് യഥാർത്ഥത്തിൽ ആത്മീയമായ നിലക്കുള്ള ഹജ്ജ് എന്ന് പറയുന്നത്. എന്നാൽ ലാഹിറായ നിലക്ക് ഹജ്ജ് ചെയ്ത് അള്ളാഹു തആല സ്വീകരിക്കില്ല എന്നുണ്ടോ? അല്ല. പക്ഷേ ആരിഫീങ്ങളെ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഹജ്ജ്. നമ്മൾ കണ്ടതുപോലെയോ നമ്മൾ കേട്ടതുപോലെയൊന്നും അല്ല സത്യത്തിൽ ലോകം. ഇതിനൊരു ശരിക്ക് നമ്മളിപ്പോൾ ഒരു പുറത്ത് കാണുന്ന ഒരു മോഡില്ലേ, അതിൻ്റെ പിന്നാലെ ഇങ്ങനെ പോവുകയാണ്. ഇപ്പോൾ ഈ അടുത്ത് ഞാനൊരു കിതാബ് പരിശോധിച്ച് നോക്കി. ബഹുമാനപ്പെട്ട ഇമാം ഷാറാനി തങ്ങളുടെ അൽ യവാഖീത്ത് വൽ ജവാഹിർ എന്ന് പറയുന്നൊരു കിതാബുണ്ട്. നമ്മളെ പള്ളിക്കണ്ട കിതാബ്. ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ അക്ബർ മുഹിയുദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരുപാട് വിഷയങ്ങൾ അതിലുണ്ട്. അതിൽ ആദം നബി അലൈഹിസ്സലാമിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞ സ്ഥലത്ത് പറയുന്നുണ്ട്, ഇബ്നു അറബി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നമുക്ക് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ആദം നബി ഇല്ലേ, ആ ആദം നബി ആദമുകളിൽ അവസാനത്തെ ആളാണ്. ഏത്? നമ്മൾ അബുൽ ബഷർ ആദം നബി എന്ന് പറയില്ലല്ലേ, ആ ആദം നബി ആദമുകളിലെ അവസാനത്തെ ആളാണ്. അതിൻ്റെ മുമ്പേ 2 ലക്ഷത്തിൽ പരം ആദമുകൾ കഴിഞ്ഞു പോയിക്കുന്നതാണ് ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു പറയണത്. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നതൊക്കെ എന്ത് ചെയ്യുള്ളൂ, ക്ലിയർ ആവുള്ളൂ. കാരണം ഇബ്നു അറബി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ മനാമിൽ അദ്ദേഹം ഒരു വിഷയം കണ്ടു. അപ്പോൾ അതിലൊരാൾ സംസാരിച്ചു. ഇബ്നു അറബി സംസാരിച്ചപ്പോൾ ആ വ്യക്തി പറഞ്ഞു, ഞാൻ 40,000 വർഷം മുമ്പ് ജീവിച്ച ആളാണ്. അപ്പോൾ ഇബ്നു അറബി തങ്ങൾ ചോദിക്കുന്നുണ്ട്, 40,000 വർഷം മുമ്പോ? ആദം നബിൻ്റെയും റസൂലുള്ളാഹിയുടെ കുറച്ച് കാലമുള്ളൂല്ലോ. മുമ്പ് പറഞ്ഞു, നിങ്ങൾ കരുതിയ ആദമല്ല ഞാൻ, അതിൻ്റെ മുമ്പ് ഒരുപാട് ആദമുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ നമുക്ക് അവസാനമായി ലഭിച്ച ആദം നബി ഇല്ലേ, ആ ആദം നബിൻ്റെ അവിടെ നിന്നാണ് കൽബിൻ്റെയും റൂഹിൻ്റെയും സിറിൻ്റെയും ഖഫീൻ്റെയും അഖ്ഫയുടെയും അനയുടെയും ഒക്കെ മക്കാമുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യണത്, കൊടുക്കുന്നത്. സത്യത്തിൽ ആദം നബി അലൈഹിസ്സലാം ആഖിറുസ്സമാനിലെ പ്രവാചകനാണ്. അത്ര ലക്ഷക്കണക്കിന് ആദമുകൾ കഴിഞ്ഞിട്ട് വന്ന ആദം നബിയാണ്
അബുൽ ബസറാദൻ നബി. അവിടുന്ന് അങ്ങോട്ട് ഒരുപാട് 1,24,000 പ്രവാചകന്മാർ കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ അവസാനത്തെ ആളാണ് ആര്? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. അന്നു മുതൽ ഇന്ന് വരെയുള്ള ഏത് പ്രവാചകന്മാർക്കും അഷ്റഫുൽ ഖൽഖ് ആരെന്നെയാണ്? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സ്വലാഹുദ്ദീൻ തന്നപ്പ തങ്ങൾ പറഞ്ഞത്, യക്ഫീക ഫിദ് ദുനിയാ, ദുനിയാവിൽ നിനക്ക് മതി. അറഫ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅഹ്ബബ്തഹു, നീ റസൂലുള്ളാഹിനെ ഒന്ന് അറിഞ്ഞാൽ മതി, നീ റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെട്ടാൽ മതി, അത് മതി നിനക്ക് ദുനിയാവിൽ എന്ന് ബഹുമാനപ്പെട്ട സ്വലാഹുദ്ദീൻ തങ്ങൾ അത്തനസുലാത്തുൽ ഇലാഹിയ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഏറ്റവും വലിയ തൗഫീഖിൻ്റെ ഉടമകളാണ്. നമ്മൾ ഭയപ്പെട്ട് പിന്മാറേണ്ട ആൾക്കാരല്ല. ബഹുമാനപ്പെട്ട ശൈഖ് തങ്ങൾ എപ്പോഴും പറയുന്നത്, ഭയത്തിൻ്റെ ലോകം നിങ്ങൾ മാറ്റിവെച്ച് സ്നേഹത്തിൻ്റെ ലോകം നിങ്ങൾ തുറക്കണം എന്നാണ്. സ്നേഹത്തിൻ്റെ ലോകം നിങ്ങൾ തുറക്കുക. സ്നേഹത്തിൻ്റെ ലോകം തുറക്കുമ്പോഴാണ് അല്ലാഹു തആല ഒരുക്കി വെച്ച രഹസ്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് അല്ലാഹു തആല തുറന്നു തരുള്ളൂ. ഇപ്പം നമുക്കൊക്കെ ഇതിലുള്ള പല ആൾക്കാർക്കും അള്ളാഹിൻ്റെ മഅരിഫ് തജല്ലിയാത്ത് കൊണ്ട് വരണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ നമ്മളിത് കൽബ് റെഡിയാക്കി കൊടുക്കണ്ടേ? നമ്മൾ കൽബ് റെഡിയാക്കി വെക്കണ്ടേ? എന്നാലല്ലേ അള്ളാഹുവിൻ്റെ തജല്ലിയ. അല്ലാഹു തആല തരാൻ റെഡിയാണ്. അല്ലാഹു തആല എല്ലാം തരാൻ റെഡിയാണ്. നമുക്ക് തോന്നും നമ്മളിപ്പോൾ എത്ര ദ്വാരക്കുകളുണ്ട്, നമ്മൾ എന്തൊക്കെ ചെല്ലുന്നുണ്ട്, എന്തേ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്കത് തരായിരുന്നു. നമ്മൾ ആരാധന ക്ലിയറാക്കി വെച്ചിരിക്കുന്നത് ഹൃദയം അള്ളാഹു താലാക്ക് വേണ്ടി മാത്രമെന്നല്ല പറഞ്ഞത്, അല്ലേ? കൽബ് അള്ളാഹു താലാക്ക് വേണ്ടി മാത്രമല്ലേ? അവിടെ എത്ര ആൾക്കാരാണ് നമ്മളെ കുടിയിരുത്തിയിരിക്കുന്നത്? നമ്മളെ ഉമ്മാരുണ്ട്, വാപ്പാരുണ്ട്, മക്കളുണ്ട്, സമ്പത്തുണ്ട്, സന്താനങ്ങളുണ്ട്. നമ്മളുടെ ഒരുപാട് സാധനങ്ങൾ നിറച്ചു വെച്ചിരിക്കുകയാണ്. ആ നിറച്ചതിലേക്ക് എങ്ങനെ അള്ളാഹുവിൻ്റെ തജല്ലിയാത്ത് വരും? അതിനൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് മുഴുവൻ പൂർണ്ണമായി വൃത്തിയാക്കുമ്പോൾ മാത്രമേ അള്ളാഹു താലാക്ക് അവിടെ നിന്നുണ്ടാവുള്ളൂ, പ്രവേശനം ഉണ്ടാവുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരവസ്ഥ നമുക്ക് പ്രദാനം ചെയ്യട്ടെ. പരിശുദ്ധമായ ഹജ്ജ് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഞാനീ പറഞ്ഞതുപോലെ അതിൻ്റെ ആത്മീയത എല്ലാം ആസ്വദിച്ചുകൊണ്ട് അള്ളാഹുവിനെ പൂർണ്ണമായി അറിഞ്ഞ് ആ ഒരു തിരിച്ചറിവിൻ്റെ മഖാമിലേക്ക് എത്തിയിട്ട് നാട്ടിലേക്ക് മടങ്ങി വരുന്ന സുന്ദരമായൊരു ഹജ്ജ്, അങ്ങനെ ഒരു ഹജ്ജ് ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.